ചേട്ടാ എന്താ ചേട്ടാ? എൻ്റെ ഒരു മാമ ഉണ്ടായിരുന്നു, ആള് രക്ഷപ്പെട്ടിട്ട് പറയൂ. എന്താണ് എന്റെ മാമ ഇവിടെ വർക്കിന് വരുന്നതാ വേലായത്. വീടുതാ ഈ കുളത്തിന്റെ അപ്പുറത്താണ്. വിളിച്ച ഫോണ് എടുക്കുന്നില്ല, അടിക്കുന്നുണ്ടോ? റിങ് ചെയ്യുന്നുണ്ട്. പേരെന്താ? വേലായത്. വേലായുധെന്നാണോ പേര്? അദ്ദേഹത്തിന്റെ വീട് തന്നെ ഈ കുളത്തിന്റെ അക്കരെയാണ്. രണ്ടാമത്തെ വീട്. വിളിച്ചു നോക്കിയിരുന്നു നമ്മൾ? ആരും കണ്ടിട്ടില്ല എന്നാണ് പറയണത്. ഇന്ന് രാവിലെ ഇങ്ങോട്ടായിരുന്നോ വന്നിരുന്നത്? ഇല്ല, നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, മക്കളൊന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. ഫോണിൽ വിളിക്കുമ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല? ഇല്ല 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 കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആരും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അല്ല നോക്കാം അങ്ങനെ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഏറെ സങ്കടകരമായ കാഴ്ചയാണ്, കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചകളാണ്. ഈ പടക്ക നിർമ്മാണശാലയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു ഉണ്ടായിരുന്നു, അവരെ കാണാനില്ല എന്നുള്ള സങ്കടം പറഞ്ഞ് കരയുകയാണ്. എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് അറിയില്ല കൂടെ നിൽക്കുന്നവരിലേക്കും. ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റ് കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഈ സംഭവ സ്ഥലത്ത് അപകടം ഉണ്ടായതിനു ശേഷം അവിടെ നിന്നും 13 പേരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്, അവിടെ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നു. അതിൽ 4 പേർ മരണപ്പെട്ടു എന്ന സ്ഥിരീകരണം കൂടി നൽകുന്നു ദുരന്ത നിവാരണ അതോറിറ്റി. അതിനൊപ്പം തന്നെ 5 പേർ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലുണ്ട്, 2 പേർ വാർഡുകളിലാണ്, 17 പേർക്ക് ചെറിയ പരിക്കുകൾ പറ്റി എന്നൊരു ഇൻഫർമേഷൻ കൂടി ഈ സമയത്ത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഏറ്റവും ഒടുവിലായി. ഇപ്പം ഈ 40ഓളം പേർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇതും നേരത്തെ പറയുന്ന അനുസരിച്ച് അവിടെ പ്രാദേശിക ആളുകൾ പറയുന്ന അനുസരിച്ചൊക്കെ ആണെങ്കിൽ അവർ ഈ ഉച്ചഭക്ഷണം വാങ്ങിയ കണക്കൊക്കെ വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. ടോട്ടൽ അവിടെ ഈ അപകടം നടക്കുന്ന സമയത്ത് എത്ര പേർ മുഴുവൻ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല. 40ഓളം പേർ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വാർത്തകൾ മാത്രമേ ഉള്ളൂ. അതിലാണ് ഇപ്പോൾ ഈ 5 പേർ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലും 2 പേർ വാർഡിലും 17 പേർക്ക് മൈനർ ഇഞ്ചുറീസ്, വളരെ ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നൊരു വിവരം ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത്. അതിനൊപ്പം തന്നെ 4 പേരുടെ മരണം കൂടി സ്ഥിരീകരിക്കുന്നുണ്ട് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി. അങ്ങനെ നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പടക്ക നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായ ഉഗ്ര സ്ഫോടനത്തിലാണ് ഈ 4 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഒരു വലിയ ദുരന്തമുണ്ടായിരിക്കുന്നത്. ഈ ഒരു പൂരം, തൃശ്ശൂർ പൂരം അറിയാം, ഒരു നാടിൻ്റെ ഒന്നാകെ ആഘോഷമാണ്. അവർ ഒരു വർഷം കാത്തിരുന്നുണ്ടാകുന്ന ഒരു ആഘോഷമാണ്. ആ ആഘോഷ നാളിന് കൊടിയേറി 2ാം ദിനമാണ്. ആ ദിവസത്തിലാണ് ഒരു വെള്ളിടി പോലെ ഈ ഒരു ദുരന്തം അവരുടെ മുന്നിലേക്ക് വരുന്നത്. അവർ ഈ സമീപകാലത്തൊന്നും തൃശ്ശൂർ ഇങ്ങനെ ഒരു വലിയൊരു അപകടം ഉണ്ടായിട്ടില്ല.